മോശമായ ചിത്രങ്ങൾ, വീഡിയോകൾ കാണുന്നതിൽ നിന്ന് എങ്ങനെ പൂർണ്ണമായും മാറി നിൽക്കാം? പലപ്പോഴും പലരും ചോദിക്കുന്നൊരു വിഷയമാണ്. ഒരിക്കലും കാണരുത് എന്ന് പൂർണ്ണമായി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, എന്താ ചെയ്യാം? എന്നാൽ മനസ്സിലാക്കുക, ഈ പറയുന്ന 3 ടിപ്സുകൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകും. അതിൽ ഒന്നാമത്തെ കാര്യം, പലപ്പോഴും ഇതിലേക്ക് പല ആളുകളും എത്തിപ്പെടാൻ നിരന്തരമായുള്ള ഫോൺ ഉപയോഗത്തിൽ നിന്നായിരിക്കും. അതായത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ അനാവശ്യമായി നമ്മൾ ചെലവഴിക്കുന്ന ഒരുപാട് സമയങ്ങൾ മോശമായ പലതിലേക്കും നമ്മുടെ ചിന്തകളെ എത്തിക്കും. അത്തരം പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാം. അതോടൊപ്പം അനാവശ്യമായ ഇടപെടലുകളും സംസാരങ്ങളും നമ്മൾ കുറക്കാം. രണ്ടാമത്തെ വിഷയം, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനോട്, സുഹൃത്തുക്കളോടൊക്കെ ഇരുന്ന് നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോഴൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ വരില്ല. സാധാരണ ഒരു പ്രൈവറ്റ് പ്ലേസിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോഴേക്കും ഇത്തരം ഒരു പ്രശ്നം വരാം. അതുകൊണ്ട് മാക്സിമം പ്രൈവറ്റ് സ്പേസിൽ നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫോൺ ഉപയോഗം മാറ്റി ഒരു പബ്ലിക് സ്പേസിലേക്ക് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗം നടത്താം. മൂന്നാമത്തെ വിഷയം, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് റൂമിൽ അടിച്ചിട്ടാൽ നമ്മളെ ആര് കണ്ടില്ലെങ്കിലും എല്ലാം കാണുന്ന റബ്ബായ അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം എപ്പോഴും ഉണ്ടാകാം. ആ ബോധം നിലനിർത്താൻ വേണ്ടി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രയുടെ മേലിൽ എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് ഒരു 33 സലാത്തെങ്കിലും കൺസിസ്റ്റൻസ് ആയി ചെല്ലുന്ന ഒരു രീതി ഉണ്ടാക്കി അങ്ങനെ നല്ലൊരു ആത്മീയ ബോധം നിലനിർത്തിക്കൊണ്ടു പോകാം. ഈ 3 കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോശമായ ചിത്രങ്ങൾ കാണുന്നതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും മാറി നിൽക്കാൻ പറ്റും. ഒരുപാട് പേരുടെ ആവശ്യമാണ് ഈ ഒരു കാര്യം. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം.